മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത ഇന്നലെ ഏതാണ്ട് ഈ സമയത്താണ് വലിയ രീതിയിൽ ആശങ്കയുണ്ടാക്കുന്ന വലിയ വേദന ഉണ്ടാക്കുന്ന ഒരു സംഭവം ഉത്തരകാശിയിൽ നടന്നത്. ഉത്തരകാശിയിലെ ധരാലി ഗ്രാമത്തിൽ കനത്ത നാശത്തിന് കാരണമായ മിന്നൽ പ്രളയത്തിന് കാരണം മേഘവിസ്ഫോടനമല്ല എന്ന വിവരങ്ങൾ കൂടി പുറത്തുവരുന്നു. ഇന്നലെ ഉണ്ടായ മിന്നൽ പ്രളയത്തിന് കാരണം ഒന്നുകിൽ കൂറ്റൻ ഹിമാനിയോ അല്ലെങ്കിൽ ഹിമ തടാകമോ തകർന്നതാണെന്നാണ് സംശയം. അതേസമയം രക്ഷാപ്രവർത്തനം വളരെ ദുഷ്കരമായി തന്നെ ഇപ്പോഴും നിലനിൽക്കുന്നു. ധാരാലിയിലേക്കുള്ള റോഡ് തകർന്നതോടെ സേനാ വിഭാഗങ്ങൾക്ക് ദുരന്ത മേഖലയിലേക്ക് എത്തിപ്പെടാൻ പോലും കഴിയുന്നില്ല. മുംബൈയിൽ നിന്നുള്ള മലയാളി തീർത്ഥാടകർ ധാരാലിയിൽ കുടുങ്ങിയതായുള്ള വിവരവും ഇതിനിടെ പുറത്തു വരുന്നുണ്ട്. 28 അംഗ സംഘത്തിലെ 8 പേർ കൊച്ചിയിൽ നിന്നുള്ളവരാണ്. ബാക്കിയുള്ളവർ മുംബൈ മലയാളികളാണ്. MG മിഥുൻ വിവരങ്ങളുമായി. മിഥുൻ, ഉത്തരാഖണ്ഡിൽ നമ്മൾ പലതവണ കണ്ടിട്ടുള്ളതാണ് ഈ മേഘവിസ്ഫോടനത്തെ തുടർന്ന് ഇത്തരത്തിലുള്ള അപകടം സംഭവിക്കുന്നത്. പക്ഷേ ഇത്തവണ അതിലൊരു സംശയം വരുന്നത് അങ്ങനെ കാര്യമായ ആശങ്ക ഉണ്ടാക്കുന്ന തരത്തിലൊരു മഴ അവിടെ പെയ്തിട്ടില്ല. കഴിഞ്ഞ ദിവസങ്ങളിൽ മഴ നിലനിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല എന്നതാണ്. മറ്റെന്ത് സംശയമാണ് ഇപ്പോൾ ഉണ്ടാവുന്നത്? ശ്രീജ സൂചിപ്പിച്ച പോലെ തന്നെ, അതായത് ഈ മിന്നൽ പ്രളയം ഉണ്ടാവുന്നതിന് ആവശ്യമായിട്ടുള്ള മഴ ആ മേഖലയിൽ ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് ഈ ഒരു സംശയത്തിന് ഇടയാക്കിയിരിക്കുന്നത്. ശാസ്ത്രജ്ഞർ പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്ന ചില കാര്യങ്ങൾ, അതായത് ഈ സംഭവം ഉണ്ടാകുന്ന കഴിഞ്ഞ 24 മണിക്കൂർ സമയപരിധിയിൽ ഈ ഹർസിലിൽ 6.5 മില്ലിമീറ്ററും ഒപ്പം തന്നെ ഭട്വാരിയിൽ 11 മില്ലിമീറ്ററും മാത്രമാണ് മഴ പെയ്തിട്ടുള്ളത്. ഇത് മേഘവിസ്ഫോടനം ഉണ്ടായാൽ പെയ്യുന്ന മഴയുടെ അളവിലും വളരെ കുറവാണ് എന്നാണ് ശാസ്ത്രജ്ഞർ ചൂണ്ടിക്കാണിക്കുന്നത്. ഒപ്പം തന്നെ ഉത്തരകാശിയിൽ 24 മണിക്കൂറിനുള്ളിൽ ലഭിച്ച പരമാവധി മഴ 27 മില്ലിമീറ്ററാണ്. ഇത് മിന്നൽ പ്രളയത്തിന് കാരണമായെന്ന് കരുതാനാവില്ല എന്നുകൂടി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റെ പ്രാദേശിക കേന്ദ്രത്തിൽ ശാസ്ത്രജ്ഞർ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെയാണ് ഏതെങ്കിലും തരത്തിലൊരു ഹിമതടാകം തകർന്നതോ അല്ലെങ്കിൽ കൂറ്റൻ ഹിമാനിയോ ഉണ്ടായതാകാം ഈ ഒരു ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായതിന് പിന്നിൽ നിന്നാണ് ഇത്തരത്തിലൊരു സംശയമാണ് അവർ മുന്നോട്ട് വയ്ക്കുകയും ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ രക്ഷാപ്രവർത്തനം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ നമ്മൾ നേരത്തെ കഴിഞ്ഞ ബുള്ളറ്റിനൊക്കെ പറഞ്ഞതുപോലെ തന്നെ വലിയ ആശങ്കയായിരിക്കുന്നത്, വലിയ വെല്ലുവിളിയായിരിക്കുന്നത് ഈ മേഖലയിലേക്ക് കൂടുതൽ സൈന്യത്തിന് ഇതുവരെയും എത്തിച്ചേരാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഒരു കാരണം. മറ്റൊന്ന്, സാങ്കേതിക അതായത് അത്യാധുനിക സംവിധാനങ്ങൾ അവിടെ എത്തിക്കേണ്ടതായിട്ടുണ്ട്. ഈ റോഡ് മാർഗം, അതായത് ആകെ ആ പ്രദേശത്തേക്ക് എത്താനുള്ള ഒരു റോഡ് മാത്രമാണുള്ളത്. ആ റോഡ് പലയിടങ്ങളിലായി തകർന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ഒരിടത്ത് മാത്രമല്ല തകർന്നിട്ടുള്ളത്, പലയിടങ്ങളിലായി ഭട്വാരയിലടക്കം ഈ റോഡ് വലിയ രീതിയിൽ തകർന്നിട്ടുണ്ട്. ഇവ ഒരു സമാന്തര പാത നിർമ്മിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ ഇപ്പോൾ സൈന്യത്തിൻ്റെ ഭാഗത്ത് നിന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അവിടെ ഇത് ഒന്ന് ഏകോപിച്ച് വീണ്ടും വരുമ്പോൾ ആ ഒരു റോഡ് വീണ്ടും ഒന്ന് നന്നാക്കി റെഡിയാക്കി എടുക്കുമ്പോൾ വീണ്ടും പാറകൾ പൊട്ടി വീഴുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട്. അത് വീണ്ടും അവിടെ റോഡുകൾ ഇടിഞ്ഞു താഴേക്ക് പോകുന്ന ഒരു സ്ഥിതിവിശേഷം, അത് വലിയ രീതിയിൽ ഈ രക്ഷാപ്രവർത്തനത്തെ വെല്ലുവിളിയായി ബാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. മറ്റൊന്ന്, മഴ അതിശക്തമായി തുടരുന്നുണ്ട് എന്നുള്ളതാണ്. കാര്യമായി തന്നെ അവിടെ മഴ ഇപ്പോഴും പെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു വെല്ലുവിളിയായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇതുവരെയും സേനാവിഭാഗങ്ങൾക്ക് അവിടേക്ക് എത്താൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറ്റൊന്ന്, അവിടെ ഇപ്പോഴും ITBPയുടെയും ഒപ്പം തന്നെ സേനാവിഭാഗങ്ങളുടെയും ഒക്കെ NDRFിൻ്റെ ഒക്കെ സംഘം അവിടെ രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കുന്നുണ്ട്. അവിടെ 130-ലധികം പേരെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതൊരു സ്ഥിരീകരണം കൂടി വരുന്നുണ്ട് എന്നുള്ളതാണ്. മറ്റൊന്ന്, അവിടെയുള്ള സൈന്യത്തിൻ്റെ ക്യാമ്പ് അത് പൂർണ്ണമായും ഒലിച്ചു പോവുകയും ചെയ്തു. 9 മുതൽ 11 പേരോളം അവിടെ ഉണ്ടായിരുന്നു, 11 സൈനികരോളം ഉണ്ടായിരുന്നു എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. അവരെയും ഇപ്പോഴും കാണാൻ സാധിച്ചിട്ടില്ല, അവരുമായി ബന്ധപ്പെടാൻ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. കൂടുതൽ പേർ കുടുങ്ങിക്കിടക്കുന്നുണ്ട്, അതായത് 100-ലധികം പേർ കുടുങ്ങിക്കിടക്കുന്നതായിട്ടുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത്. അതായത് അവരെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടി ഉള്ള എല്ലാ ശ്രമങ്ങളും ഏകോപിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള നിർദ്ദേശം പ്രധാനമന്ത്രിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിരുന്നു. പ്രധാനമന്ത്രി നേരത്തെ അവിടുത്തെ മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമിയുമായി സംസാരിച്ചിരുന്നു, സ്ഥിതിഗതികൾ വിലയിരുത്തുകയും ചെയ്തിരുന്നു. ആവശ്യമായ എല്ലാ സഹായങ്ങളും വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ഒപ്പം തന്നെ വ്യോമമാർഗമാണ് ഇപ്പോൾ ഈ കരസേന ഉൾപ്പെടെയുള്ളവർ അവിടെ എത്തി ഈ രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കുന്നത്. പക്ഷേ അത്യാധുനിക സംവിധാനങ്ങൾ അവിടേക്ക് എത്തണം, എങ്കിൽ മാത്രമേ ഇത്രത്തോളം 2 നിലയോളം പൊക്കത്തോളം ഈ മണ്ണിങ്ങനെ അടിഞ്ഞു കിടക്കുകയാണ്. അപ്പോൾ അവയൊക്കെ നീക്കം ചെയ്യണമെങ്കിൽ ഈ സംവിധാനങ്ങൾ അവിടെ എത്തേണ്ടതായിട്ടുണ്ട്. അവ എത്തണമെങ്കിൽ ആദ്യം ഈ റോഡ് പുനർനിർമ്മിക്കണം എന്നുള്ളതാണ് വലിയ വെല്ലുവിളിയായി നിലനിൽക്കുന്നത് എന്നുള്ളതാണ്. എന്തായാലും മറ്റൊന്ന്, ഈ മേഖലയിലേക്ക്, അതായത് ഗംഗോത്രിയിലേക്ക് തീർത്ഥാടനത്തിൻ്റെ ഭാഗമായി നിരവധി ആളുകൾ പോയിട്ടുണ്ടായിരുന്നു. അവരൊക്കെ അവിടെ ഇപ്പോഴും കുടുങ്ങിക്കിടക്കുകയാണ്. കാരണം വാഹനങ്ങളൊന്നും തന്നെ പോകാൻ പറ്റാത്ത സാഹചര്യമാണ്. പലയിടത്തും വലിയ രീതിയിൽ
വിള്ളൽ രൂപപ്പെട്ടിട്ടുണ്ട്. പലയിടത്തും റോഡ് പൂർണ്ണമായും തകർന്ന്, അതായത് 2 വർഷത്തേക്ക് എത്താൻ പറ്റാത്ത രീതിയിൽ അവിടെ ഈ നദി ഒഴുകിക്കൊണ്ടിരിക്കുന്ന സാഹചര്യം. അതുകൊണ്ട് തന്നെ ഈ വാഹനങ്ങളും ഒന്നും തന്നെ ഇപ്പോൾ പോകാൻ പറ്റാത്തൊരു സ്ഥിതിവിശേഷമാണ്. അതിനിടയിലാണ് മലയാളി കുടുംബങ്ങൾ കൂടി അവിടെ കുടുങ്ങിയതായിട്ടുള്ള വാർത്തകൾ വരുന്നത്. അത് സ്ഥിരീകരണത്തിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. അവർ 28 പേരാണുള്ളത്. ഈ മലയാളി കുടുംബത്തിലെ 20 പേർ മുംബൈയിൽ നിന്നുള്ള മലയാളികളാണ്, 8 പേർ കൊച്ചിയിൽ നിന്നുള്ളതാണ് എന്നുള്ളതാണ്. ഈ 28 പേരും സുരക്ഷിതമായിട്ട് ഉണ്ട് എന്ന് തന്നെയുള്ള വിവരങ്ങളാണ് ലഭ്യമായത്. കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് ശേഷം ഇവരെ ബന്ധപ്പെടാനായിട്ടില്ല എന്നായിരുന്നു ബന്ധുക്കൾ അറിയിക്കുകയും ചെയ്ത്. അതിനുശേഷമാണ് അവർക്ക് വേണ്ടിയുള്ള തെരച്ചിലും നടത്തിയത്. പിന്നീട് അവർ സുരക്ഷിതരായി തന്നെ അവിടെ ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും ഒടുവിൽ ലഭ്യമാകുന്ന വിവരം. ശ്രീജ. ശരി, MG മിഥുനാണ് വിവരങ്ങൾ നൽകിയത് ന്യൂസ് ഡെസ്കിൽ നിന്ന്.